ഗുഡ് മോർണിംഗ് എവരിവൺ. കൂട്ടുകാർക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കടക്കുകയാണ്. ആ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എന്നതോടു കൂടിയിട്ട് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സ്വഭാവങ്ങളുടെ, അതായത് ചില പാർട്ടുകളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഇരിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൊത്തം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ സെഷനുകളെക്കുറിച്ചൊക്കെ എന്താണ് പുതിയ പല എക്സാമുകളിലും ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി അതിൽ അംഗങ്ങളുടെ എണ്ണമൊക്കെ നമ്മൾ ആ ഭാഗത്ത് പഠിച്ചിരുന്നു അല്ലേ. 389 പേരായിരുന്നു ആദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് എന്നും വിഭജനത്തിന് ശേഷം അത് എത്രയായി, അത് 299 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്ന് എത്ര പേരായിരുന്നു, 296 പേരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അത് എത്രയായിട്ട് കുറഞ്ഞു, അത് 229 കുറഞ്ഞു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇനി അതിനു മുമ്പ് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് 93 പേരാണ് ആദ്യം ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ വിഭജനത്തിന് ശേഷം മുസ്ലിം ലീഗ് പോയതോട് കൂടിയിട്ട് അതിൻ്റെ എണ്ണം എത്രയായി, 70 എന്ന് പറഞ്ഞിരുന്നു. വനിതകളുടെ എണ്ണം ആദ്യം 17 ആയിരുന്നു എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് വിട്ടുപോയപ്പോൾ അത് എത്രയായി, 15 എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം ഈ രീതിയിൽ കുറയുകയായിരുന്നു. മൊത്തത്തിൽ എന്താ പറയുക, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ നിന്നുള്ള, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും ഈ രീതിയിൽ എണ്ണം മാറി. അതിനുശേഷം എന്തായിരുന്നു, പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നും എന്ത് രീതിയിൽ, ഈ രീതിയിൽ എണ്ണം മാറി. വുമൺ നമ്പർ എന്ത് ചെയ്തു, ഈ രീതിയിൽ മാറി. ഇത് എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് ഇങ്ങനെ, ഈ ഒരു ചെറിയ സാധനം എന്താണ്, ഇങ്ങനെ ഷോർട്ടായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ടോട്ടൽ നമ്പർ, ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള വന്ന മാറ്റം, പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്ന് മാറ്റം, സ്ത്രീകളുടെ എണ്ണത്തിൽ വന്ന മാറ്റം. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് 389 ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഒന്നാമത്തെ ഭാഗം. ഇനി സെഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിലൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് സെഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ എന്താ പറയുക, പരിശോധിക്കുന്ന സമയത്ത് ആകെ എത്ര സെഷനുകളാണ് ഉണ്ടായിരുന്നത്, 11 സെഷനുകളാണ് ആകെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിയത്. ഏതാണ്ട് 3 വർഷത്തോളം എടുക്കുന്ന രീതിയിൽ, എന്താ പറയുന്നത്, ഏകദേശം 3 വർഷത്തോളം എടുക്കുന്നത്, കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ 2 വർഷവും 11 മാസവും അതിനൊപ്പം തന്നെ എത്രയാണ്, 18 ദിവസവും എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രവൃത്തി ഒന്നാകെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂർത്തീകരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പൂർത്തീകരിക്കുകയാണ്. PSCയിലെ എന്താണ് ഒരു ഗൈഡിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്, PSCയുടെ ഉത്തരത്തിൽ ചിലപ്പോൾ 17 ദിവസം എന്നും കൊടുക്കാറുണ്ട് എന്ന് ഒരു ഗൈഡിൽ ഞാൻ വായിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏകദേശം എണ്ണം ഇതാണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. 2 വർഷം 11 മാസം ഏതാണ്ട് 18-17 ദിവസങ്ങൾ. അപ്പോൾ ഏതാണ്ട് 3 കൊല്ലത്തോളം എന്തെടുത്തിട്ടുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിയിട്ട് നമ്മളുടെ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് എപ്പോഴൊക്കെയാണ് ഈ യോഗങ്ങൾ, ഓരോ തവണയായിട്ടുള്ള സെഷനുകൾ കൂടിയത് എന്നൊന്നും ഓർത്ത് വെക്കുക. കാരണം ഏതോ ഒരു എക്സാമിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അത് SSCയുടെ എക്സാം ആണോ PSCയുടെ എക്സാം ആണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, 10ാമത് എന്താ പറയുക സെഷൻ എപ്പോഴാണ് നടന്നത് എന്നൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 10ാമത് സെഷൻ എപ്പോഴാണ് കൂടിയത് എന്ന ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. 10ാമത് ചോദിക്കാൻ എനിക്ക് തോന്നുന്നു, കാരണം ഇത് മുഴുവൻ ഓർത്ത് വെക്കാൻ ഒരാൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആകെ 11 സെഷനാണ് കൂടിയത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ഓർമ്മ കാണും, 11ാമത്തെ സെഷൻ എപ്പോഴാണ്, നവംബറിലാണ് എന്ന് ഓർമ്മ കാണും. കാരണം എന്താണ്, നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്, 1949 നവംബർ 26 എന്ത് ചെയ്യുന്നത്, ഭരണഘടന എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മളുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്, ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് 1949 നവംബർ 26 എന്ന് നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട്. പ്രിയാമ്പിളിലൊക്കെയുള്ള ഡേറ്റ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് 1949 നവംബർ 26 എന്ന ഡേറ്റിലാണ്, ഈ ഡേറ്റിലാണ് ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്ത് ഊഹിക്കാൻ പറ്റണം, അവസാനത്തെ, അതായത് 11 സെഷനാണ് നടന്നതെന്ന് ഓർമ്മയുണ്ട് ഒരാൾക്ക് എന്നുണ്ടെങ്കിൽ അവസാനത്തെ സെഷൻ നവംബറിലാണ് നടന്നതെന്ന് ഓർക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് നോക്കിയിട്ട് ചിലതൊക്കെ എന്ത് ചെയ്യാം,
കളയാൻ പറ്റും. അതായത് 1948 എന്ന വർഷമുള്ള 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് എന്തായാലും എന്ത് ചെയ്യാം, ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. കാരണം 48 എന്താണ്, എന്തായാലും 10ാമത്തെ സെഷൻ നടക്കില്ല. കാരണം എന്താണ്, 11 സെഷനെ ആകെ നടന്നിട്ടുള്ളൂ. 49 ഉറപ്പിക്കാം നമുക്ക്. അപ്പം തന്നെ 2 ഓപ്ഷൻ നമുക്ക് കളയാൻ പറ്റുമായിരുന്നു ആ ചോദ്യത്തിൽ നിന്ന്. പിന്നീട് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ എന്തായിരിക്കും, നവംബറിന് തൊട്ട് മുമ്പുള്ള ഒക്ടോബറിൽ തന്നെ ആയിരിക്കും 10ാമത്തെ സെഷൻ നടന്നത് എന്നൊന്ന് ഊഹിച്ചെഴുതാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. വളരെ ഈസിയാണെന്നല്ല പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ളൊരു ജ്ഞാനമുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ എവിടെയോ കണ്ട ഓർമ്മയിലാണ് എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഈ സെഷനുകളിൽ എപ്പോഴെല്ലാമാണ് നടന്നത് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നോക്കൂ, 1ാമത്തെ സെഷൻ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോൾ മുതൽ എപ്പോൾ വരെയായിരുന്നു? ഡിസംബർ 1946 9-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ സെഷൻ നടക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സെഷൻ എന്ത് ചെയ്യുന്നത് ഈ സമയത്താണ് നടക്കുന്നത്. 9 മുതൽ 23 വരെയാണ് എന്ത് ഈ സെഷൻ നടക്കുന്നത് എന്ന കാര്യം ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഈ സെഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആര് മൂവ് ചെയ്യുന്നത്, നെഹ്റു മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അംഗീകരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു എപ്പോഴായിരുന്നു, അടുത്ത വർഷം ജനുവരി 22-നായിരുന്നു എന്ന് നമ്മൾ അപ്പോൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, ജനുവരി 22 2ാമത്തെ സെഷൻ്റെ ഉള്ളിലല്ലേ വരിക. അപ്പോൾ ആദ്യ സെഷനിൽ അവതരിപ്പിക്കപ്പെട്ട ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഏത് സെഷനിലാണ് അംഗീകരിക്കപ്പെടുന്നത്, 2ാമത് സെഷനിലാണ് അംഗീകരിക്കപ്പെടുന്നത്. ഈ രീതിയിൽ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഈ സെഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ ഭാഗം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് 3ാമത്തെ സെഷൻ എപ്പോഴാണ്, ഏപ്രിൽ അല്ലേ, 28 ഏപ്രിൽ മുതൽ മെയ് 2 വരെ 1947 3ാമത് സെഷൻ നടന്നിട്ടുള്ളത്. 4ാമത് സെഷൻ നടക്കുന്നത് എപ്പോഴായിരുന്നു, ജൂലൈ 14 മുതൽ 31 വരെ 1947. മനസ്സിലാവുന്നുണ്ടോ? 5ാമത്തെ സെഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് നോക്കൂ. 5ാമത്തെ സെഷന്റെ പ്രത്യേകത എന്താണ്, ശ്രദ്ധിക്കുക. ഇപ്പം 5ാമത്തെ സെഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അല്ലേ ആ ദിവസമാണ് 5ാമത്തെ സെഷൻ തുടങ്ങുന്നത്. 14-ാം തീയതി അർദ്ധരാത്രി നെഹ്റു വന്നിട്ട് എന്താ ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന പ്രസംഗത്തോടു കൂടിയിട്ട് പതാക ഉയർത്തുന്നില്ലേ, ആ ഒരു എന്താ പറയുക, ആ ഒരു ക്രമത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇത് ആരംഭിക്കുന്നത്. സോ 14 ഓഗസ്റ്റ് നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ സമയം, അത് ഏത് സെഷനിലായിരുന്നു അപ്പോൾ ആലോചിക്കുക നിങ്ങൾ, 5ാമത് സെഷനിലായിരുന്നു എന്ന് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. 1947. 6ാമത് സെഷൻ എപ്പോഴാണ്, അടുത്ത വർഷമാണ് സംഭവിക്കുന്നത്. 6ാമത് സെഷൻ 27 ജനുവരി 1948 6ാമത് സെഷൻ വരുന്നത് അല്ലേ, ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട്. ഇതിന് മുൻപ് നമ്മൾ കണ്ടിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, നവംബറിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1947 നവംബറിൽ, ഈ ഓഗസ്റ്റ് കഴിഞ്ഞ് നവംബറിൽ എന്തായിട്ട് കൂടുന്നുണ്ട്, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ സഭ കൂടുന്നുണ്ട് അല്ലേ, ഒരു നിയമനിർമ്മാണ സഭ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, 1947 നവംബറിൽ അവർ കൂടുന്നുണ്ട്. അതിനുശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയായിട്ട് പിന്നെ എപ്പോഴാണ് കൂടുന്നത്, പിന്നെ കൂടുന്നത് 27 ജനുവരി 1948 തൊട്ടടുത്ത വർഷമാണ്. ശേഷം അതേ വർഷം തന്നെ നവംബർ മുതൽ തൊട്ടടുത്ത വർഷം ജനുവരി വരെ അവർ 7ാമത്തെ തവണയും, 49 മെയ്യിലും ജൂണിലുമായിട്ട് 8ാമത് തവണയും, ജൂലൈ സെപ്റ്റംബറിലായിട്ട് 9ാം തവണയും, ഒക്ടോബറിൽ 10ാം തവണയും, 11ാമത്തെ അവസാനത്തെ സെഷനായിട്ട് എന്ത് ചെയ്യുകയാണ്, 14 മുതൽ 26 വരെ തീയതികൾ നവംബറിൽ 1949 എന്ത് ചെയ്യുകയാണ്, സെഷൻ കൂടുകയാണ്. ഇങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ സെഷനുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, നടന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ കൂടിയിട്ട് 1949 നവംബർ 26 എന്ത് ചെയ്യുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, അവർ അഡോപ്റ്റ് ചെയ്യുകയാണ്. എന്ത് ചെയ്യുകയാണ്, അഡോപ്റ്റ് ചെയ്യുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസമല്ല, അതെപ്പോഴാണ്, റിപ്പബ്ലിക് ഡേ ആണ് നിലവിൽ വരുന്നത്. അഡോപ്റ്റ് ചെയ്യുകയാണ് ഈ ദിവസം നടക്കുന്നത് 1949 നവംബർ 26. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ കൂട്ടുകാർ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടിയിട്ട് ഭരണഘടന എഴുതി തയ്യാറാക്കൽ മാത്രമാണോ നടന്നിട്ടുള്ളത്? അല്ല എന്നതാണ് ഉത്തരം. വേറെ ചില ഫംഗ്ഷൻസ്, there were some other functions that were carried out by the constituent assembly. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുക എന്ന ഒരു കർത്തവ്യത്തിന് പുറമേയായിട്ട് മറ്റ് ചില കർത്തവ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ എന്ന് നോക്കൂ നിങ്ങളൊന്ന്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു, നമ്മളുടെ ദേശീയ പതാക അഡോപ്റ്റ് ചെയ്തത് ആരായിരുന്നു, ഇതേ കൂട്ടരായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴായിരുന്നു, നമ്മൾ 1929 കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അല്ലെ, നെഹ്റു പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1929 നടക്കുന്നത് ലാഹോറിൽ അല്ലേ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്, രവി നദിയുടെ തീരത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നെഹ്റു ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ പതാക ഉയർത്തുന്നുണ്ട് അല്ലെ. അതിൽ 1930
എപ്പോഴാണ് അത് ഉയർത്തുന്നത്? ജനുവരി 26 അല്ലേ? ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് ആഘോഷിക്കുന്നത്. ജനുവരി 26 തന്നെ നമ്മൾ പിന്നീട് 1950 റിപ്പബ്ലിക് ഡേ വെച്ചതും അത് തുടർച്ചയായി ജനുവരി 26 തന്നെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിച്ചതും എന്തായിരുന്നു? 1930 ജനുവരി 26 രവി നദിയുടെ തീരത്ത് നെഹ്റു ഉയർത്തിയ ഈ ഒരു പതാകയുടെയും ആ ഒരു ദിവസത്തിൻ്റെയും എന്തായിരുന്നു? ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു ജനുവരി 26 തന്നെ നമ്മളൊന്ന് സ്വീകരിക്കാൻ കാരണം അല്ലേ? അപ്പോൾ ഈ ഒരു സ്വഭാവം എന്താണ്? ദേശീയ പതാകയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഈ രീതിയിൽ നിങ്ങൾ പൊളിറ്റിയുമായിട്ട് ചേർത്ത് എന്ത് ചെയ്യുക? ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ് എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യുന്നത് എന്നായിരുന്നു? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഇനി ഇങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ദേശീയ പതാക നെഹ്റു എന്ന് ഉയർത്തിയിട്ടുണ്ട്? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഉയർത്തിയിട്ടില്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉയർത്തിയിട്ടില്ലേ? അപ്പോൾ അതിനു മുൻപല്ലേ ഇത് നടക്കുക? അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മൾ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് 1950 ജനുവരി 24 ജനുവരി 26 1949 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് നിങ്ങൾ വളരെ വേഗം മനസ്സിലാക്കുക. കാരണം എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിന് മുൻപ് തന്നെ എന്തുണ്ട്? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതാ നെഹ്റു ഈ രീതിയിൽ പതാക ഉയർത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ ലോജിക്ക് എപ്പോഴും മനസ്സിൽ വെക്കുക. 1947 ജൂലൈ 22 ഓഗസ്റ്റ് 15 മുൻപ് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇനി ഇല്ല. ഇനി ഇന്ത്യ എന്ത് തീരുമാനിച്ചിരുന്നു? കോമൺവെൽത്തിന്റെ ഭാഗമാകാം അല്ലെ? ബ്രിട്ടീഷ് കോളനി ആയിരുന്ന പല രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നിട്ട് അവർക്ക് എന്തുണ്ട്? അവരുടെ ഭരണ രീതികൾ അല്ലെ, അവരുടെ പാർലമെന്ററി സിസ്റ്റം, അത്തരത്തിൽ ഒരുപാട് ഏകമായിട്ടുള്ള എന്താ പറയുന്നത്, അവർക്ക് പരസ്പരം എന്താണ്? ഒരുപാട് സാമ്യതകളുണ്ട് അല്ലെ? അവരുടെ പൊളിറ്റിയുടെ പേരിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലായാലും ഒക്കെ എന്താണ്? ബ്രിട്ടന്റെ കോളനി ആയതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ ആ ഭരണ രീതി അവർ കൊണ്ടുവന്നിട്ടുള്ള എന്താ പറയുക, കോർട്ട് സിസ്റ്റം ആണെങ്കിലും പാർലമെന്ററി സിസ്റ്റം ആണെങ്കിലും ഒക്കെ എന്ത്? ഒരുപാട് സാമ്യതകളുണ്ട്. അവർക്ക് ബ്രിട്ടന്റെ ഭരണം കാരണം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ? അതായത് ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല ഇഷ്യൂസും അവർക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അതിലും എന്തുണ്ട്? ഇവർക്ക് സാമ്യതകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള സാമ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? ഈ ബ്രിട്ടന്റെ കോളനികളായിരുന്ന ഈ രാജ്യങ്ങൾ കോമൺവെൽത്ത് എന്ന പേരിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ച സമയത്ത് ഇന്ത്യയും എന്ത് തീരുമാനിക്കുകയാണ്? കോമൺവെൽത്ത് അംഗത്വം എടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇതിനെതിരെ വളരെയധികം കുറേ പേര് എതിർത്തിരുന്നു. കാരണം നമ്മൾ എന്തിനാണ് നമ്മളുടെ അടിമത്തം ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഘടനയിൽ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വേറെ ആളുകൾ എന്താണ് പറഞ്ഞത്? അങ്ങനെയല്ല, നമ്മൾ എന്താണ് നമ്മളുടെ അതേ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്ന കുറേ രാജ്യങ്ങളെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? കോമൺ ആയിട്ടുള്ള ചില സൊല്യൂഷൻസ് നമുക്ക് ചിലപ്പോൾ കിട്ടും. ഇത്തരത്തിലുള്ള എന്താ പറയുക ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കോമൺവെൽത്ത് അംഗത്വം എന്ത് ചെയ്യുന്നത്? ഇന്ത്യ എടുക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ കോമൺവെൽത്ത് അംഗത്വം എടുക്കുന്നതോടുകൂടി നമ്മുടെ സോവറനിറ്റിക്ക്, നമ്മളുടെ പരമാധികാരത്തിന് എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലും അത് എന്ത് ചെയ്യുന്നില്ല? പരമാധികാരത്തിന് എന്ത് ചെയ്യുന്നില്ല? അത് ബാധിക്കുന്നില്ല. പരമാധികാരം, നമ്മൾ എങ്ങനത്തെ നേഷനാണ്? നമ്മളൊരു സോവറീൻ നേഷനാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സോവറിനിറ്റിയെ എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ കോമൺവെൽത്തിൽ അംഗമാണ്, അതായത് ബ്രിട്ടീഷ് രാജ്ഞിയാണ് കോമൺവെൽത്തിൻ്റെ ബ്രിട്ടീഷ് ക്രൗൺ ആണ് കോമൺവെൽത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺവെൽത്തിൽ അംഗമാണ് എന്നതുകൊണ്ട് എന്താണ്? ബ്രിട്ടീഷ് ക്രൗൺ നമ്മളുടെ ഹെഡായി മാറുന്നൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കോമൺവെൽത്ത് അംഗത്വം നമ്മൾ എന്ത് ചെയ്യുകയാണ്? എടുക്കാൻ തീരുമാനിക്കുകയാണ്. നമ്മളുടെ പരമാധികാരം, സോവറിനിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ. സോ 1949 മെയ്യിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കോമൺവെൽത്ത് അംഗത്വം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി റാറ്റിഫൈ ചെയ്യുകയാണ്. അതാണ് മറ്റൊരു ഫംഗ്ഷൻ ഇവർ ചെയ്തത്. ഇനി നമ്മളുടെ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അല്ലെ, നമ്മളുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും 1950 ജനുവരി 24 എന്ത് ചെയ്യുകയാണ്? അഡോപ്റ്റ് ചെയ്യപ്പെടുകയാണ്. രാജേന്ദ്ര പ്രസാദിനെ നമ്മളുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട്, നമ്മളുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് എന്ത് ചെയ്യുകയാണ്? രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. 1950 ജനുവരി 24 പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്തായി മാറുകയാണ്? പതുക്കെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ പദത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പതുക്കെ കാൽ വെച്ച് കയറുകയാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പതുക്കെ കാൽ വെച്ച് കയറുകയാണ്. എങ്ങോട്ട്? നമ്മൾ റിപ്പബ്ലിക് എന്ന പദത്തിലേക്ക്. എവിടേക്ക് കയറുകയാണ്? റിപ്പബ്ലിക് എന്ന പദത്തിലേക്ക് നമ്മൾ കയറുന്നു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് റിപ്പബ്ലിക്കായി മാറുന്നത്? എന്താണ് റിപ്പബ്ലിക്കും മൊണാർക്കിയും തമ്മിലുള്ള വ്യത്യാസം? ബ്രിട്ടൻ എങ്ങനെയാണ്? ബ്രിട്ടൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. നമ്മൾ എങ്ങനെയാണ്? നമ്മളൊരു റിപ്പബ്ലിക്കാണ്. അതായത് വ്യത്യാസം നമ്മൾ ഇനിയും ഒരിക്കൽ കൂടി ഈ ചർച്ചയ്ക്ക് വരും. എന്നിരുന്നാലും കൂട്ടുകാർ കൃത്യമായി ഇത് മനസ്സിലാക്കുക. ഈ ഒരു വ്യത്യാസം ഞാൻ അഗെയിൻ പറയുന്നു,
പറയുന്നു, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധയില്ലാതെ ഇരിക്കരുത്. ഇത്തരത്തിലുള്ള ഐഡിയകളാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. അറിയാത്ത കാര്യമാണെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എന്താണ് റിപ്പബ്ലിക് എന്ന വാക്കിനും മൊണാർക്കി എന്ന വാക്കിനും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ആവുന്നത് നമ്മൾ മൊണാർക്കി അല്ലാതാവുന്നത്? അപ്പം മൊണാർക്കി എന്ന വാക്ക് കേട്ടാൽ ചില കൂട്ടുകാർ വിചാരിക്കും മൊണാർക്കി എന്ന് വെച്ചാൽ അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല എന്ന്. അങ്ങനെയല്ല. ഒരു ജനാധിപത്യ രാജ്യം, അതായത് ഒരു ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യം, അതായത് ഒരു ഡെമോക്രാറ്റിക് നേഷൻ, ഒരു ജനാധിപത്യ രാജ്യം, ആ രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈ രണ്ടിലൊന്നാവാം. ഒന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കാം, റിപ്പബ്ലിക് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ മൊണാർക്കി ആയിരിക്കാം. നമ്മളുടെ ബ്രിട്ടൻ ഇല്ലേ, ബ്രിട്ടൻ എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്, എങ്ങനെയാണ് ഒരു മൊണാർക്കിയാണ്. അതായത് അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാണ്, രാജ്ഞി അല്ലെങ്കിൽ ക്രൗൺ ആണ്, അല്ലെ, രാജ്ഞി അല്ലെങ്കിൽ ഒരു രാജാവ് ഉണ്ടാവും, ക്രൗൺ ആണ് അവിടുത്തെ അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആള്, ഈ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത്? അവര് ഹെറിഡിറ്ററി ആണ്. എന്താണ്? അവർ ഹെറിഡിറ്ററി ആയിട്ട്, അതായത് എന്താണ്, തലമുറയായിട്ട് കൈമാറി വരുന്നതാണ് ഈ കിരീടം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അതെന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെ എങ്ങനെയാണ്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആരാണ്? ഇവിടെ ക്രൗൺ അല്ല, ഇവിടെ ആരാണ്? പ്രസിഡന്റ് ആണ് നമ്മളുടെ ഇവിടുത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ്, ഇങ്ങനെ ഒരാൾ പ്രസിഡന്റ് ആയാൽ അതിൻ്റെ തലമുറയായിട്ട് അയാളുടെ എന്താ പറയുക, മക്കളും മരുമക്കളും അങ്ങനെയാണോ വരുന്നത്? അങ്ങനെയല്ല വരുന്നത്. പകരം എങ്ങനെയാണ്, ഇവിടുത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്താണ്? ശ്രദ്ധിക്കുക ഈ വാക്ക്, ഇലക്റ്റഡ് ആണ്. എങ്ങനത്തെ ആളാണ്? ഇവിടത്തെ ആള് തിരഞ്ഞെടുക്കപ്പെട്ട ഹെഡാണ് നമ്മളുടെ ആര്, നമ്മളുടെ അത് നമ്മളുടെ സ്റ്റേറ്റിന്റെ ഹെഡ്, അല്ലെ? അതുകൊണ്ട് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ നമ്മളുടെ ജനാധിപത്യം ഒരു റിപ്പബ്ലിക് ആണ്. ബ്രിട്ടന്റെ ജനാധിപത്യം എങ്ങനെയാണ്? അതൊരു മൊണാർക്കിയാണ്. വ്യത്യാസം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, മറക്കരുത്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു റിപ്പബ്ലിക് ആവാനുള്ള അവസാന വട്ട ഒരുക്കം കൂടി നടത്തി. എന്താണ്? രാജേന്ദ്ര പ്രസാദ്, നമ്മളുടെ പ്രസിഡന്റിനെ നമ്മൾ ഇലക്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ റിപ്പബ്ലിക്കിലേക്ക് വന്നു. ഇനി അതേ ദിവസം 1950 ജനുവരി 24 തന്നെ നാലാമതൊരു കാര്യം കൂടി നടക്കുന്നു. എന്താണ്? ദ ഫൈനൽ സെഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. എന്താണ് നടക്കുന്നത്? ഏറ്റവും അവസാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒന്നിച്ചു വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അന്നത്തെ ദിവസം? ബാക്കിയുള്ള എല്ലാ ആളുകളും നമ്മളുടെ ഭരണഘടനയിൽ എന്ത് ചെയ്യുകയാണ്? സൈൻ ചെയ്യുകയാണ്, ഒപ്പിടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടനയിൽ എന്ത് ചെയ്യുകയാണ്? എല്ലാവരും എന്ത് ചെയ്യുകയാണ്? ഒപ്പിടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്നാണ് എല്ലാവരും കൂടി ഒരുമിച്ച് സൈൻ ചെയ്യുന്നത് എന്ന ചോദ്യം വന്നാൽ ഓർക്കുക, അതെന്നായിരുന്നു? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 284 പേര്, എത്ര പേരാണ്? 284 പേര് എന്ത് ചെയ്യുന്നുണ്ട്? അതേ ദിവസം ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് 2 ദിവസത്തിന് ശേഷം 1950 ജനുവരി 26 എന്ത് സംഭവിക്കുകയാണ്? ഇന്ത്യ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയാണ്. ഇറ്റ് കംസ് ടു എക്സിസ്റ്റൻസ്. അപ്പൊ നിലവിൽ വന്നത് എന്നാണ്, അത് എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്ത് നമ്മൾ പറയണം? 1950 ജനുവരി 26. നമ്മൾ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്, എന്താണ് സ്വീകരിച്ചത്, അഡോപ്റ്റ് ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? 1949 നവംബർ 26. വ്യത്യാസം മനസ്സിലായോ? അഡോപ്റ്റ് ചെയ്തതാണ് 1949 ജനുവരി 26. ഭരണഘടനയിൽ ഏത് ഡേറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് ഈ ഡേറ്റ് ആണ്, 1949 നവംബർ 26 എന്ന ഡേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതിയിട്ടുള്ളത് എന്ന കാര്യം എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ആ ഒരു വ്യത്യാസം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. ഫൈൻ. അടുത്ത ഭാഗത്തേക്ക് പോവല്ലേ നമ്മൾ? അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഭാഗം എന്താണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സഭയിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സഭയിൽ വിവിധ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ട്, സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, അഡ്ഹോക്ക് കമ്മിറ്റികളുമുണ്ട്. എന്തുണ്ട്? അഡ്ഹോക്ക് കമ്മിറ്റികളുമുണ്ട്. സ്റ്റാൻഡിങ് കമ്മിറ്റികൾ എങ്ങനെയാണ്? സ്ഥിരമായിട്ടുള്ള കമ്മിറ്റികളാണ്. ഈ കമ്മിറ്റികൾ എന്താണ്? സ്ഥിര സ്വഭാവമുള്ളവയാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്ഥിരം ആ കമ്മിറ്റികൾ അവിടെ എന്തുണ്ടാവും, നിലനിൽക്കുന്നുണ്ടാകും. അഡ്ഹോക്ക് കമ്മിറ്റികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിക്കുക, ഈ പറയുന്നത് ഇതിന്റെ സ്വഭാവങ്ങളൊക്കെ പലതവണയായിട്ട് SSC പോലുള്ള എക്സാമുകളിൽ ചോദിക്കാറുണ്ട്.
നമ്മുടെ ഇവിടെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ സ്വഭാവം അറിയുമോ എന്ന് പരിശോധിക്കാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സ്ഥിരമായിട്ടുള്ള കമ്മിറ്റികളാണ്. അഡ്ഹോക്ക് കമ്മിറ്റികൾ എങ്ങനെയാണ്, അവ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വിഷയം വരുന്ന സമയത്ത് അത് എന്താണ്, അതിലൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ പർട്ടിക്കുലർ വിഷയത്തിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്മിറ്റി എന്ത് ചെയ്യും, പിരിച്ചുവിടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് തന്നെ വിളിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള കമ്മിറ്റിയാണ് അഡ്ഹോക്ക് കമ്മിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അഡ്ഹോക്ക് കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ അടുത്ത അടുത്ത ചർച്ച നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത്? അടുത്ത ചർച്ച നമ്മൾ കൊണ്ടുപോകുന്നത് മേജർ ആയിട്ടുള്ള ചില കമ്മിറ്റികൾ നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? മേജർ ആയിട്ടുള്ള ചില കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പം മേജർ ആയിട്ടുള്ള ചില കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ കൂട്ടുകാരെ ആലോചിച്ചിട്ടുണ്ടാവും, അപ്പം മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും എന്താണ്, ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലി ഞാൻ നിങ്ങൾക്ക് എന്താണ് വിട്ടുതരികയാണ്. മൈനർ കമ്മിറ്റികൾ നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അവസാനം ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ലേറ്റർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉടനെ അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മൾ തരുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ. കാരണം ഓരോ ക്ലാസ്സും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങളൊരു 5, 6, 10 ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുക. നിങ്ങൾ മനസ്സിലാക്കി പോയി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഒരിക്കൽ തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് പോയിട്ട് ആൻസർ അത് കൃത്യമായി നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, അത് തെറ്റിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനർ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം, ഞാൻ ഉൾപ്പെടുത്താം. മൈനർ കമ്മിറ്റികൾ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മൈനർ കമ്മിറ്റികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. മേജർ കമ്മിറ്റികൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡേറ്റ ആയത് കാരണം ഞാൻ കുറേ സമയത്തിൽ കളയാത്തത് കൊണ്ട് മാത്രമാണ്. എനിക്ക് ഒരു പട്ടികയും കൂടി ഉണ്ടാക്കി നിങ്ങൾക്ക് അത് അതേപോലെ പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗുണമുണ്ടാവും, എന്നെ വിശ്വസിക്കുക. ഓക്കെ, ഇനി മേജർ കമ്മിറ്റികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. കേന്ദ്ര തലത്തിലുള്ള എന്താണ് യൂണിയൻ പവർ കമ്മിറ്റി. അതായത് ഇതിൻ്റെ ഒന്നും മലയാളീകരിച്ചിട്ടുള്ള വാക്കുകളൊന്നും എവിടെയും നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിച്ച് കാണാറില്ല. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്ന് തന്നെയാണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനി മലയാളീകരിക്കാനൊന്നും നിൽക്കാത്തത്. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ഇടങ്ങൾ മലയാളീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ മലയാളം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ തപ്പിപ്പോവാത്തത്. ഓക്കെ, അപ്പോൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളത് എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ട് കമ്മിറ്റിയുടെ പേര് ഒരു സ്ഥലത്ത് തരും, ഇപ്പുറത്തെ ചെയർമാൻ്റെ പേരും തരും, അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു തരും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു 4 എണ്ണം തരും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് നേരെ തന്നിട്ടുണ്ടാവും ഇതിൽ എത്ര എണ്ണമാണ് ശരിക്കും എന്താണ് യോജിപ്പിച്ചിട്ടുള്ളത് ചോദിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ABCD എന്നായിരിക്കും, ഇവിടെ 1, 2, 3 എന്നായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിപ്പിക്കുക എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലായിരിക്കും എന്ത് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യത. സോ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ആരായിരുന്നു ചെയർമാൻ? ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു ചെയർമാൻ? ജവഹർലാൽ നെഹ്റു. പക്ഷേ വ്യത്യാസം വരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു? അത് സർദാർ പട്ടേലാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ, കേന്ദ്ര തലത്തിലുള്ള യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ അത് ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റെടുത്തിരുന്നത്, ചെയർമാൻ ആയിരുന്നത് എന്നും. എന്നാൽ പ്രൊവിൻഷ്യൽ തലത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതാരായിരുന്നു? അത് സർദാർ പട്ടേൽ ആയിരുന്നു എന്നും എന്ത് ചെയ്യുക, കൂട്ടുകാർ ആലോചിക്കുക. ഓക്കെ ആണോ? ഇനി അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. എന്താണത്? അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. 4 പോയിന്റുകളാണ് അവിടെ വരുന്നത്. 4 വിഭാഗങ്ങളാണ്. എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, മൈനോറിറ്റികൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ട്രൈബൽ അതായത് ആദിവാസികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ട്രൈബൽ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച കാര്യങ്ങൾ, എക്സ്ക്ലൂഡഡ് ഏരിയ, ചില ഏരിയകൾ എക്സ്ക്ലൂഡഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്ക്ലൂഡഡ് ഏരിയകൾ ചിലത് വരാറുണ്ട്. പാർഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതൊക്കെയുള്ള ചില ഏരിയകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള ചില ഏരിയകളുണ്ട്. ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവയൊക്കെ. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പ്രത്യേകിച്ച് മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത്, ഇന്ത്യയിൽ എന്താണ് സ്റ്റേ ഓൺ ചെയ്തിട്ടുള്ള മൈനോറിറ്റി
മൈനോറിറ്റികളെ സംബന്ധിച്ച് അവരുടെ പ്രൊട്ടക്ഷൻ സംബന്ധിച്ചിട്ടുള്ളത് കാലാകാലങ്ങളായിട്ട് എന്താണ് അധികൃത വർഗ്ഗങ്ങളായിട്ടും മറ്റും പുറം കാടുകളിലും മറ്റും കഴിയുന്ന ട്രൈബൽ ഏരിയകൾ, എക്സ്ക്ലൂഡഡ് ആയിട്ട് കിടക്കുന്ന ഏരിയകൾ, ഇവയെ സംബന്ധിച്ച് ഇവയെല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇവരുടെയൊക്കെ എന്താണ് ഈ 4 വിഭാഗങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് വളരെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ. ഇവരെ എന്താണ് ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം വരണം, ഇവർ സംരക്ഷിക്കപ്പെടുമെന്നുള്ള വിശ്വാസം എന്ത് ചെയ്യണം ഇവർക്ക് ഉണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു ശക്തമായ കമ്മിറ്റി വേണം. ആ ശക്തമായ കമ്മിറ്റി ആരാണ് നയിച്ചത്? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് എന്താണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. എന്താണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാത്ത തെറ്റിക്കുന്ന ഒരു സാധനമാണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്ന് കേൾക്കുമ്പോൾ ഉടനെ ആൾക്കാർ ആരുടെ അടുത്തേക്ക് പോവും? പട്ടേലിൻ്റെ അടുത്തേക്ക് പോകും. കാരണം എന്താണ്, എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റുകളെയും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന രീതിയിൽ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ആണെങ്കിലും ബാക്കിയുള്ള ഇടങ്ങളെയൊക്കെ ആയാലും ഒന്നിച്ച് ചേർത്തത് സർദാർ പട്ടേലാണ്. അപ്പോൾ സ്റ്റേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞിട്ട് പോവും. പക്ഷേ അങ്ങനെയല്ല. സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, മൈനോറിറ്റീസ്, ട്രൈബൽ അഫയേഴ്സ്, എക്സ്ക്ലൂഡഡ് ഏരിയാസ്, ഇവയുടെ എല്ലാത്തിൻ്റെയും അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ പട്ടേൽ ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേലിൻ്റെ അടിയിലും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിൻ്റെ അടിയിലുമായിരുന്നു എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പം എങ്ങനെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്തായിരുന്നു? ഈ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ അധ്യക്ഷനല്ലേ ആ സമിതിയുടെ റൂൾസും പ്രൊസീജിയറൊക്കെ തീരുമാനിക്കുക. എന്താ പറയുക, സമിതിയെ സ്റ്റീർ ചെയ്ത് കൊണ്ടുപോകുക അല്ലെ, ഗൈഡ് ചെയ്ത്. സ്റ്റീർ ചെയ്യുക പറഞ്ഞാൽ സ്റ്റിയറിംഗ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്റ്റീർ ചെയ്യുക പറഞ്ഞാൽ എന്താണ്? ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുക അല്ലെ. സ്റ്റീർ ചെയ്യുന്നത് ആരായിരിക്കും? അധ്യക്ഷനായിരിക്കില്ലേ. അപ്പോൾ റൂൾസ്, പ്രൊസീജിയർ, സ്റ്റീറിങ് ഇതൊക്കെ രാജേന്ദ്ര പ്രസാദുമായിട്ട് ചേർത്ത് നിങ്ങൾക്ക് ഓർത്ത് വെച്ചുകൂടെ? അതേ അർത്ഥം തന്നെ വരുന്ന രീതിയിൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സർദാർ പട്ടേലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്? 4 ഉപവിഭാഗങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ഈ കമ്മിറ്റികളെ ഉണ്ടല്ലോ, ഈ കമ്മിറ്റികളെയൊക്കെ സബ് കമ്മിറ്റികളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? സബ് കമ്മിറ്റികളായിട്ട്. ഈ 4 വിഷയങ്ങളും എന്താണ്? സബ് കമ്മിറ്റികളായിട്ട് പിന്നീട് തിരിക്കപ്പെട്ടു. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റിക്ക് എന്തുണ്ടായിരുന്നു? ഒരു ചെയർമാനെ കൊടുത്തു. അത് ആരായിരുന്നു അറിയാമോ നിങ്ങൾക്ക്? JB കൃപലാനി. ആരാണ്? JB കൃപലാനി ആയിരുന്നു എന്ത്? ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ, അതായത് ഈ മൊത്തം കാര്യങ്ങളുടെയും കമ്മിറ്റി ഒറ്റ കമ്മിറ്റിയാണ്. അതിന്റെ ചെയർമാൻ സർദാർ പട്ടേലാണ്. എന്നിട്ട് ഈ 4 വിഷയങ്ങൾക്കും എന്താണ്? 4 വിഷയങ്ങളെയും ഓരോ സബ് കമ്മിറ്റികളാക്കി മാറ്റി. എന്നിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്തു? JB കൃപലാനിക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? JB കൃപലാനി. നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാമല്ലോ, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ? മൗലികമായിട്ടുള്ള അവകാശങ്ങളാണ്. ഒരു മൗലിക അവകാശം എന്ന് വെച്ചാൽ ഒരാളോട് ഒരു കൃപ കാണിക്കുന്ന പോലെയല്ലേ അല്ലെ. അയാൾക്ക് എന്താണ്? അയാൾക്ക് അവകാശം വേണം അല്ലെ. അയാളോട് എന്താണ് ഒരു കൃപ? അയാളുടെ അവകാശമാണെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ എന്താ പറയുക, അൺടച്ചബിലിറ്റിക്കൊക്കെയുള്ള അവകാശം അല്ലെ. അതെന്താണ്? അതൊരു സ്നേഹം കൂടിയാണ് അല്ലെ. അപ്പോൾ ആ കൃപ എന്ന രീതിയിൽ ആലോചിച്ചാൽ മതി. JB കൃപലാനിയാണ് ഏത്? ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എന്തായിട്ട് വന്നത്? JB കൃപലാനിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത്. അതിനുശേഷം ആരാണ്? മൈനോറിറ്റീസ് അല്ലേ. മൈനോറിറ്റീസിന്റെ ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ വന്നത് ആരായിരുന്നു അറിയോ നിങ്ങൾക്ക്? HC മുഖർജി ആയിരുന്നു. ആരായിരുന്നു? HC മുഖർജി ആയിരുന്നു. HC മുഖർജിയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ. ഇനി ഈ എന്താ പറയുന്നത്, ട്രൈബൽ ഏരിയാസ്, ആസാമിലെയും മറ്റും എക്സ്ക്ലൂഡഡ് ഏരിയാസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള സബ് കമ്മിറ്റി ആയിട്ട് ഗോപിനാഥ് ബർദോളിയും, അതുപോലെ തന്നെ എന്താണ്, ആസാമിലല്ലാതെ ബാക്കിയുള്ള എക്സ്ക്ലൂഡഡ് ഏരിയാസിന്റെ സബ് കമ്മിറ്റി ആയിട്ട് ആരാണ്? AV താക്കറുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് രണ്ടുമാണ് എന്ത് ഇമ്പോർട്ടൻ്റ് എന്നാണ് കരുതപ്പെടാവുന്ന കാര്യങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും മൈനോറിറ്റീസിന്റെയും സംബന്ധിച്ചിട്ടുള്ള 2 എന്താ പറയുക സബ് കമ്മിറ്റികൾ ഉണ്ടായി. അത് രണ്ടും ഏതാണ്? JB കൃപലാനിയും മറ്റൊന്ന് HC മുഖർജിയും ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നയിച്ചിരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും മേജർ കമ്മിറ്റികളുടെ കാര്യം കൂട്ടുകാർ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് ഇരിക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞിരുന്നു, കാണിക്കാൻ അപ്പുറത്തേക്ക് പോയി പറയാമെന്ന് വിചാരിച്ചാണ്. എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അതായത് നമ്മൾ ഈ കമ്മിറ്റികളുടെ കാര്യം എല്ലാം സംസാരിച്ചു അല്ലേ. ഈ കമ്മിറ്റികളിൽ എല്ലാത്തിലും വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി എന്ന് പറയപ്പെടുന്നത് ഏതാണ്? അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തന്നെയാണ്. കാരണം നമ്മളിവിടെ ഒന്നിച്ച് ചേർന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്?
കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഏതായിരുന്നു? ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരെല്ലാമാണ് ഉണ്ടായിരുന്നത്? ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരെല്ലാമാണ് ഉണ്ടായിരുന്നത് എന്താണ് നമ്മൾ നോക്കുന്നത്. എത്ര പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എന്ന് PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര പേരാണ്? 7 പേരടങ്ങുന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എത്ര പേരടങ്ങുന്നതായിരുന്നു? 7 പേരടങ്ങുന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന കാര്യം എന്ന് ചെയ്യുക കൂട്ടുകാർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ടായിരുന്നു? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. മൊത്തത്തിൽ എത്രയായിരുന്നു? 22ഓളം എന്തുണ്ടായിരുന്നു? കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. എത്രയായിരുന്നു? 22ഓളം കമ്മിറ്റികൾ ഒട്ടാകെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാന കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ആരെല്ലാമായിരുന്നു ഡോക്ടർ BR അംബേദ്കറുടെ ഒപ്പം ഉണ്ടായിരുന്നത് എന്ന് ഓർത്തു വെക്കണം. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിനാണെന്ന് തോന്നുന്നു, എക്സാമിനാണെന്ന് തോന്നുന്നു, പേരുകൾ തന്നിട്ട് ഇതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്തതാരായിരുന്നു എന്ന് ചോദ്യം വന്നിരുന്നു. പക്ഷെ അത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. കാരണം എന്താണ്? ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്ന അടിസ്ഥാനപരമായിട്ടൊരു ബോധമൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടതായിട്ടുണ്ട്. സോ ജവഹർലാൽ നെഹ്റു എന്തിലില്ല? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലില്ല. സോ ബാക്കി പേരുകൾ അറിയില്ലെങ്കിൽ കൂടി ആ ചോദ്യം എന്ത് ചെയ്യാമായിരുന്നു? ശരിയാക്കാൻ പറ്റുമായിരുന്നു. എന്നിരുന്നാലും കൂട്ടുകാർ എന്താ ആലോചിച്ച് വെക്കുക, ആരൊക്കെയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി ഒന്ന് ഓർത്ത് വെക്കുക. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു എന്ത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയാം അല്ലെ. ഇനി N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു ആഫ്റ്റർ BL മിത്തർ റിസൈൻഡ്, TT കൃഷ്ണമാചാരി ആഫ്റ്റർ DP ഖൈത്താൻ പാസ്ഡ് അവേ. മനസ്സിലാവുന്നുണ്ടോ? DP ഖൈത്താൻ 1948 എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെടുന്നുണ്ട്. DP ഖൈത്താൻ 1948 മരണപ്പെട്ടതിന് ശേഷം TT കൃഷ്ണമാചാരി എന്ത് ചെയ്യുകയാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വരികയാണ്. BL മിത്ര ചില പ്രശ്നങ്ങൾ കാരണം എന്താണ്? രാജിവെച്ചതിന് ശേഷം N മാധവറാവു എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമാകുന്നുണ്ട്. പക്ഷെ എല്ലാ സമയത്തും എത്ര പേരാണ്? 7 പേര് തന്നെയാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്ന കാര്യം എന്ന് ചെയ്യുക നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം അല്ലെ 2 വർഷവും 11 മാസവും 17 അല്ലെങ്കിൽ 18 ദിവസങ്ങളും എടുത്തതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? അവസാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഭരണഘടന അഡോപ്റ്റ് ചെയ്യുകയാണ്. നവംബർ 26, 1949 ഭരണഘടനയുടെ അഡോപ്ഷൻ നടക്കുകയാണ്. ഭരണഘടനയുടെ അഡോപ്ഷൻ എന്ത് ചെയ്യുകയാണ്? നടക്കുകയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക കൂട്ടുകാരെ ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഭരണഘടന, അതായത് നമ്മളുടെ ദേശീയ നിയമദിനമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 26 ദേശീയ നിയമദിനമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 26. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്തായിരുന്നു ഭരണഘടനയുടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക, നമ്മൾക്കൊരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു? നമുക്ക് ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. 22 പാർട്ടുകൾ ഉണ്ടായിരുന്നു. 22 എന്തുണ്ടായിരുന്നു? പാർട്ടുകൾ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യുക? പ്രത്യേകം ആലോചിക്കുക. 22 ഭാഗങ്ങൾ, 22 പാർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. 395 ആർട്ടിക്കിളുകൾ അഥവാ അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിളുകളുടെ മലയാളം എന്താണ്? അനുച്ഛേദം. 395 ആർട്ടിക്കിളുകൾ അഥവാ അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 8 ഷെഡ്യൂളുകളുടെ മലയാളം എന്താണ്? പട്ടികകൾ. 8 ഷെഡ്യൂളുകൾ, പട്ടികകൾ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 22 ഭാഗങ്ങൾ അഥവാ പാർട്ടുകൾ, 395 ആർട്ടിക്കിളുകൾ അഥവാ അനുച്ഛേദങ്ങൾ, 8 ഷെഡ്യൂളുകൾ അഥവാ പട്ടികകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക കൂട്ടുകാര് കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളുടെ ഭരണഘടനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പല വിശേഷണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പല ഭരണഘടനയെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ചാർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാമായിരുന്നു ആ വിശേഷണങ്ങൾ എന്ന് ചെയ്യുക കൂട്ടുകാരെ വേഗം ഒന്ന് ശ്രദ്ധിക്കുക. എന്തെല്ലാമായിരുന്നു ആ വിശേഷണങ്ങൾ എന്നറിയാമോ? KC വെയർ. എന്താണ് KC വെയർ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? എന്തായിരുന്നു? ക്വാസി ഫെഡറൽ എന്ന പേരിലാണ്. അതായത് ഫെഡറൽ
പരിപൂർണമായിട്ട് ഫെഡറൽ അല്ല. നമ്മൾ എങ്ങനെയാണ്, നമ്മളൊരു ഫെഡറൽ ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. പക്ഷെ ഒരു കാര്യം, ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്? ഫെഡറൽ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളുടെ ഭരണഘടനയിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് എവിടെയും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ ഭരണഘടനയിലെ ഒരു സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല. പ്രത്യേകം കൂട്ടുകാർ ഓർത്ത് വെക്കുമല്ലോ, ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ ഭരണഘടനയിലെ ഒരിടത്തു പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 1 നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഇന്ത്യ അഥവാ ഭാരതം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് വാട്ട് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തല്ല പറയുന്നത്? ഫെഡറൽ ഏസ് എ ഫെഡറേഷൻ എന്നല്ല പറയുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ കെ.സി. വെയർ എന്ത് പറയുകയാണ്? നമ്മളുടെ ഭരണഘടന എങ്ങനത്തേതാണെന്നാണ് പറയുന്നത്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ക്വാസി ഫെഡറൽ ആണ്. എന്താണ് ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്? ക്വാസി ജുഡീഷ്യൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറഞ്ഞാൽ? ശരിക്കും എന്താണ് അത്? ജുഡീഷ്യൽ ബോഡി അല്ല അത്. അതായത് ശരിക്കും കോടതിയാണോ? ശരിക്കും കോടതിയല്ല, പക്ഷെ കോടതിയുടെ സ്വഭാവങ്ങൾ ശരിക്കും പ്രകടിപ്പിക്കുന്ന ഒരു ബോഡിയാണ്. അതാണ് ക്വാസി ജുഡീഷ്യൽ എന്ന് പറയുന്നത്. ക്വാസി ജുഡീഷ്യൽ പറഞ്ഞ എന്താ അർത്ഥം? ജുഡീഷ്യൽ ബോഡി അല്ല, പക്ഷെ ക്വാസി ജുഡീഷ്യൽ ആണ്. ജുഡീഷ്യറിയുടെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ബോഡിയാണ്. അതാണ് ക്വാസി എന്ന വാക്കിന്റെ അർത്ഥം, ക്വാസി ജുഡീഷ്യൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ക്വാസി ഫെഡറൽ എന്ന് വെച്ചാലോ, ശരിക്കും കംപ്ലീറ്റ്ലി ഇതൊരു ഫെഡറൽ രാജ്യമല്ല, ഫെഡറൽ ഭരണഘടനയല്ല. പക്ഷേ എന്താണ്, ഒരു ഫെഡറേഷന്റെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫെഡറേഷന്റെ മിക്കവാറും എല്ലാ സ്വഭാവങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഒരു ഫെഡറേഷനെ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന, എന്നാൽ പരിപൂർണമായിട്ടും ഒരു ഫെഡറേഷൻ അല്ലാത്ത ഒരു ഭരണഘടനയാണ്, ഒരു ഫെഡറൽ നേച്ചർ കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇത്, ക്വാസി ഫെഡറൽ ആയിട്ടുള്ള ഒരു ഭരണഘടന, നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞതാരാണ്? കെ.സി. വെയർ ആണ്. ഈ രീതിയിലുള്ള വിശേഷണങ്ങൾ തന്നിട്ട് അത് ആര് പറഞ്ഞു എന്നത് എന്താണ്, പല എക്സാമുകളിലെയും ഒരു ഫേവറേറ്റ് ചോദ്യമാണ്. അതുകൊണ്ടാണ് എന്തെന്നത് ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. സോ കെ.സി. വെയർ പറഞ്ഞത് ക്വാസി ഫെഡറൽ എന്നാണ്. ഗ്രാൻവിലെ ഓസ്റ്റിൻ വളരെ ശക്തമായിട്ട് എന്താണ്, പല ഭരണഘടനകളെ കുറിച്ചും പഠിക്കുന്ന ഒരു നിയമജ്ഞനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ. നമ്മളുടെ ഭരണഘടനയെക്കുറിച്ച് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ. എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഗ്രാൻവിലെ ഓസ്റ്റിൻ അമേരിക്കക്കാരനാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ക്ഷമിക്കണം, എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറയുന്നില്ല, ഞാൻ അബദ്ധം പറയുന്നില്ല. ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു എന്താ പറയുന്നത് ഭരണഘടനയെക്കുറിച്ച് മറ്റൊരു അഭിപ്രായം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? ഗ്രാൻവിലെ ഓസ്റ്റിൻ പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു കൂട്ടുകാർ നോക്കൂ. ഗ്രാൻവിലെ ഓസ്റ്റിൻ പറഞ്ഞ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആണെന്നായിരുന്നു. എന്താണ്? കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് എന്നാണ് എന്ത് പറയുന്നത്, ഗ്രാൻവിലെ ഓസ്റ്റിൻ പറയുന്നത്. അപ്പൊ ഗ്രാൻവിലെ ഓസ്റ്റിൻ അമേരിക്കക്കാരൻ, അതെ, ഗ്രാൻവിലെ ഓസ്റ്റിൻ ആരാണ്? അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് അദ്ദേഹം. ആരാണ്? ഗ്രാൻവിലെ ഓസ്റ്റിൻ എന്തായിരുന്നു? ആ വന്ന ഫ്ലോയിൽ ഇത് കിട്ടി. ഗ്രാൻവിലെ ഓസ്റ്റിൻ എന്തായിരുന്നു? അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഒരാളാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ. അപ്പൊ ഗ്രാൻവിലെ ഓസ്റ്റിൻ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആയിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനത്തെ ഫെഡറലിസമാണ് നമ്മൾ എന്ന് പറയുന്നത്? ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആണെന്ന് പറയുന്നു. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം? കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആളുകൾ, നമ്മളുടെ സംസ്ഥാനങ്ങൾ എന്താണ്, ഒരു സഹകരണമാണ്, യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് എന്ത് പോകുന്നത്, നമ്മുടെ ഫെഡറലിസം മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മളൊരു ഫെഡറൽ നേച്ചറാണ് അല്ലെ, 1935 ഒരു ഫെഡറൽ നേച്ചറാണ് നമുക്ക് വിഭാവനം ചെയ്തത്. ഇതൊക്കെ നമുക്കറിയാം. എങ്ങനത്തെ ഫെഡറലിസം ആണ് നമ്മൾ? പക്ഷേ എന്താണ്, ആക്ച്വലി നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുമാണ് അല്ലെ. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു സെന്റർ ഉണ്ട്, പക്ഷേ അതിനൊപ്പം ഞങ്ങൾ എങ്ങനെയാണ്, സംസ്ഥാനങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഒരു സഹകരണത്തിലൂടെ, ഒരു കോപ്പറേഷനിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത് എന്നാണ് ആര് പറയുന്നത്? ഗ്രാൻവിലെ ഓസ്റ്റിൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമല്ലേ? അതിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത ആൾ ആരാണെന്ന് നമുക്ക് നോക്കുകയല്ലേ. അടുത്ത ആളാരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോറിസ് ജോൺസ്. എന്താണ്? മോറിസ് ജോൺസ് ആണ്. മോറിസ് ജോൺസ് എന്താ പറയുന്നത്? ബാർഗെയിനിങ് ഫെഡറലിസം. എന്താണ്? ബാർഗെയിനിങ് ഫെഡറലിസം എന്നാണ് പറയുന്നത്. എന്താണ് ബാർഗെയിനിങ് ഫെഡറലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാർഗെയിനിങ് ഫെഡറലിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആവശ്യങ്ങൾ വാങ്ങി അല്ലെ, കൊടുത്തും കൊണ്ടുമുള്ള ഒരു എന്താണ് ഫെഡറലിസം ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. കേന്ദ്രവും
സംസ്ഥാനങ്ങളും നമ്മൾ എപ്പോഴും ഭയങ്കര ഊഷ്മളമായ ബന്ധമായിരിക്കുമോ? ആയിരിക്കില്ല. എന്നാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും നമ്മൾ എപ്പോഴും ശത്രുതയായിരിക്കുമോ? അതുമായിരിക്കില്ല. എന്താണ്? ഒരു ബാർഗെയിനിങ് ആണ് അല്ലേ? മൊത്തത്തിൽ എന്താണ്? സംസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടും, കേന്ദ്രം പറയും അത്രയ്ക്കൊന്നും പറ്റില്ല, അത് ഇത്രയ്ക്ക് വേണമെങ്കിൽ നോക്കാം, ഇത്രയ്ക്ക് ഗ്രാൻഡ് നമുക്ക് തരാമെന്ന് പറയും, അത്ര പോരെന്ന് ചിലപ്പോൾ പറയും, എന്നിട്ട് സംസ്ഥാനം ചിലപ്പോൾ അതിനെ വിമർശിക്കും. ഇത്തരത്തിൽ എന്താണ്? ഒരു ബാർഗെയിനിങ് ടൈപ്പ് ആയിട്ടുള്ള ഫെഡറലിസം ആണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? അത് മോറിസ് ജോൺസ് ആയിരുന്നു. മനസ്സിലായോ? ആരായിരുന്നു? മോറിസ് ജോൺസ് ആയിരുന്നു. അതിനുശേഷം ആരായിരുന്നത്? പോൾ ആപ്പിൾബി ആണ് വരുന്നത്. ആരാണ്? പോൾ ആപ്പിൾബി. ആദ്യത്തെ 3 പേരും ഫെഡറലിസം ആണ്, ഫെഡറലിസത്തിന്റെ വിവിധ സ്വഭാവങ്ങളുള്ള ഫെഡറലിസം ആണ് എന്ന് പറഞ്ഞപ്പോൾ പോൾ ആപ്പിൾബി പറഞ്ഞത് എങ്ങനെയായിരുന്നു? എക്സ്ട്രീംലി ഫെഡറൽ ആണെന്നാണ് പറഞ്ഞത്. എന്താണ്? എക്സ്ട്രീംലി ഫെഡറൽ ആണ് എന്നാണ് ആര് പറയുന്നത്? പോൾ ആപ്പിൾബി പറയുന്നത് അല്ലെ. നമ്മളുടെ പോൾ ആപ്പിൾബിയുടെ പേര് നമ്മൾ പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള പലയിടങ്ങളിലും കാണുന്നുണ്ട് അല്ലെ. നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ തലത്തിലുള്ള പല സാധനത്തിൽ എന്താ പറയുക കാര്യങ്ങളുടെ കാര്യത്തിലും പോൾ ആപ്പിൾബിയുടെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? വരാറുണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ ആദ്യത്തെ എന്തായിരുന്നു? ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ARCയിലൊക്കെ എന്താണ്? പോൾ ആപ്പിൾബി ആയിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനൊപ്പം ചേർത്തിട്ട് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഐവർ ജെന്നിങ്സ് എന്ന് പറയുന്ന അടുത്ത ആൾ വരികയാണ്. ആരാണ്? ഐവർ ജെന്നിങ്സ് വരികയാണ്. ഐവർ ജെന്നിങ്സ് 2 സ്റ്റേറ്റ്മെന്റുകൾ വളരെ ഫേമസ് ആയിട്ടുള്ള പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്നാണ്. എന്താണ്? ഒരു ഫെഡറേഷൻ ആണ്, പക്ഷെ എന്താണ്? അടിസ്ഥാനപരമായിട്ട് ഒരു സെൻട്രലൈസിങ് ടെൻഡൻസി ഉണ്ട് എന്ന് പറയുകയാണ്. എന്താണ്? ഒരു കേന്ദ്രീകൃത മനോഭാവമുള്ള ഒരു ഫെഡറേഷൻ ആണ് ഏത്? ഇന്ത്യയുടെ ഭരണഘടന എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് ഐവർ ജെന്നിങ്സ്. അതായത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒരു ഫെഡറേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൂട്ടുകാരെ? എന്താണ് ഫെഡറേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു യൂണിറ്റ് ഒരു ഫെഡറേഷൻ ആണെന്ന് വെച്ചാൽ ആ യൂണിറ്റിൻ്റെ വിവിധ പാർട്ടുകളില്ലേ? ഒരു രാജ്യത്ത് കുറേ സംസ്ഥാനങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങൾക്ക് ബാക്കിയുള്ള യൂണിറ്റുകൾക്കും എന്തുണ്ടാകും? ചില അധികാരങ്ങൾ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു കേന്ദ്രത്തിലെ ഏറ്റവും മുകളിലുള്ള ആൾ പറയുന്നത് അതുപോലെ അനുസരിക്കുക എന്നതല്ല ഇവരുടെ ദൗത്യം. മനസ്സിലാവുന്നുണ്ടോ? തങ്ങളുടേതായിട്ടുള്ള അധികാര മേഖലകൾ കൂടി കയ്യിലുള്ള, തങ്ങൾക്ക് തന്നെ എന്താണ് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള, തങ്ങൾക്കായിട്ട് തന്നെ ഹൈക്കോടതികൾ നിലവിലുള്ള, തങ്ങൾക്ക് തന്നെ ടാക്സേഷൻ നടത്താൻ അനുവാദമുള്ള, അതായത് എവിടെയൊക്കെ? ലെജിസ്ലേറ്റീവ് രീതിയിലാണെങ്കിൽ, എക്കണോമിക്കൽ തലത്തിലാണെങ്കിൽ, ജുഡീഷ്യൽ തലത്തിലാണെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണെങ്കിൽ, എല്ലാ തലത്തിലും എന്താണ്? അധികാരങ്ങൾ കൈയാളുന്ന യൂണിറ്റുകളുള്ള ഒരു സംവിധാനത്തിനെ, ഒരു പൊളിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെഡറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെഡറൽ നേച്ചർ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം നമുക്ക്? ഫെഡറൽ നേച്ചർ കാണിക്കുന്ന സ്വഭാവങ്ങൾ അതിനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. അപ്പോൾ ഇവരെല്ലാവരും ഓരോ തരത്തിലുള്ള ഫെഡറൽ സ്വഭാവമുണ്ടെന്ന് പറയുന്നു. പോൾ ആപ്പിൾബി ഭയങ്കര ഫെഡറൽ ആണെന്ന് പറയുന്നു. മോറിസ് ജോൺസൺ ബാർഗെയിനിങ് ഫെഡറലിസം ആണെന്ന് പറയുന്നു. ഗ്രാൻവിലെ ഓസ്റ്റിൻ ഒരു സഹകരണ മനോഭാവമുള്ള ഫെഡറലിസം ആണെന്ന് പറയുന്നു. കേസി വെയർ ക്വാസി ഫെഡറൽ ആണ്. ഫെഡറലൊക്കെ ആണെങ്കിലും എന്താണ്? അതിൻ്റെ സ്വഭാവം കാണിക്കുന്നതേ ഉള്ളൂ, ശരിക്കും ഒരു ഫെഡറൽ ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് കേസി വെയർ പറയുന്നു. ഐവർ ജെന്നിങ്സ് പറയുന്നത് ഫെഡറേഷൻ ആണ്, പക്ഷെ എങ്ങനത്തെ? വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി. ഫെഡറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് വാക്കാണ് സെൻട്രലൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രോങ് സെൻറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യൂണിറ്റുകൾക്ക് എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള യൂണിറ്റുകൾക്ക്, നമ്മുടെ അവിടുത്തെ യൂണിറ്റുകൾ പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങൾ. അവർക്ക് എന്തില്ല? വ്യക്തമായിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല. അതാണ് നല്ല സെൻട്രലൈസിങ് ടെൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐവർ ജെന്നിങ്സ് പറയുന്നു നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ നേച്ചർ ഉള്ളതാണ്, ഫെഡറേഷനൊക്കെ തന്നെയാണ്, പക്ഷേ എന്താണ്? ഒരു സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ശക്തിയുള്ള എന്നാൽ ഫെഡറൽ സ്വഭാവമുള്ള ഒരു ഭരണഘടനയാണ് എന്നാണ് ഐവർ ജെന്നിങ്സിന്റെ നിരീക്ഷണം. മനസ്സിലാവുന്നുണ്ടോ ആ വ്യത്യാസം? ഇനി ലോയേഴ്സ് പാരഡൈസ് എന്നുകൂടി ആര് പറയുന്നുണ്ട്? ഐവർ ജെന്നിങ്സ് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് എന്താണ്? നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിക്കെതിരെ ഉയർന്നു വന്ന വലിയ വിമർശനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. അതായത് നിങ്ങൾ ഇതിലെ ആളുകളെ മുഴുവൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് വക്കീലന്മാരും രാഷ്ട്രീയക്കാരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ആളുകളുമാണ്. ഈ വിമർശനം ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ ഈ പേരുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മുഴുവൻ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളാണ് എന്നുള്ളത് ഒന്ന്. അപ്പോൾ എന്താവും? ഒരു പാർട്ടിയുടെ ആശയങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ മുൻതൂക്കം കിട്ടും. രണ്ടാമതായിട്ട് എന്തായിരുന്നു? പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്നത് നമുക്ക് എന്താണ്? ഏതെങ്കിലും ഒരു ആശയം എന്ന് മാത്രം പറയാൻ പറ്റില്ല. അന്നത്തെ കോൺഗ്രസ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ വിധത്തിലുള്ള ആശയങ്ങളുമുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിരുന്നു എന്ന് ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് കാണാൻ പറ്റും? നമുക്ക് വിവിധ ആശയങ്ങളുടെ ഒരു സമന്വയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ
ആ ഒരു രീതിയിലുള്ള വിമർശനം ഓൾറെഡി എന്തുണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഇത് മൊത്തം ലോയേഴ്സിൻ്റെ ഒരു സ്വർഗ്ഗലോകമാണെന്നാണ് പറയുന്നത്. അതായത് എവിടെ നോക്കിയാലും വക്കീലന്മാരാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയാറുണ്ട്, വളരെ ടഫാണ് എന്ന് പറയാറുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത്, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് നമ്മളുടെ ഭരണഘടന വായിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുമോ? നമ്മൾ എന്തുകൊണ്ടാണ്, നമ്മുടെ ആർക്കെങ്കിലും ഭരണഘടനയിൽ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊരു ബോധ്യം നമ്മൾ പരീക്ഷ പഠിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു? അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഭരണഘടന തപ്പിപ്പോകുന്നത്, അല്ലേ? സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല അത് എഴുതപ്പെട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളല്ല. ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇത് ഉണ്ടാക്കാൻ അവിടെ കൂടിയത് മൊത്തം ആരായിരുന്നു, വക്കീലന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരെന്താണ്, കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ലീഗൽ ടേമുകളൊക്കെ കുത്തി നിറച്ചിട്ട് എന്താണ്, വളരെ എന്താ പറയുക, ടഫായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഉണ്ടാക്കിയത് എന്നൊരു വിമർശനം എന്തുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ എടുത്ത് വായിച്ചു നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഭരണഘടനയല്ല എന്ത് ചെയ്തത്, അവര് ജനങ്ങൾക്കായിട്ട് കൊടുത്തത് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഓക്കെ. ഇനി അടുത്തത് നോക്കൂ, എന്താണ് പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? ചില പാർട്ടുകൾ എന്താണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ഇന്ന ഒരു 343 എന്ന് വെച്ചാൽ ഒരു ആർട്ടിക്കിൾ തന്നു എന്ന് വിചാരിക്കുക. 343 ആർട്ടിക്കിൾ തന്നാൽ നമുക്ക് ഈ ആർട്ടിക്കിൾ ഏതാണ്ട് എവിടെ കിടക്കുന്നു ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന് സാധിക്കും, നമുക്ക് അത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഓപ്ഷൻ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം 343 എന്ന് തന്നിട്ട് അത് പറയുകയാണ് എന്താണ്, യൂണിയൻ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ തള്ളാം നമുക്ക്. കാരണം നമുക്കറിയാം യൂണിയൻ ടെറിട്ടറി എവിടെയാണ്, പാർട്ട് 8 യൂണിയൻ ടെറിട്ടറി. അത് 233 243 ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. 343 അത് അവിടെ വരില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഊഹിക്കാൻ സാധിക്കും, അല്ലെ? 343 എന്ത് ചെയ്യാൻ നമുക്ക് എന്നിട്ട് തേടി പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? 343 നമ്മൾ തപ്പിപ്പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും, 343 എന്ന് പറയുന്നത് എന്താണ്, ഒഫീഷ്യൽ ലാംഗ്വേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്ന കാര്യങ്ങളുടെ ആദ്യത്തെ ആർട്ടിക്കിളാണ് ഇത്. 343 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകുന്ന സമയത്ത് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതെവിടെയാണ് അത് കിടക്കുന്നതാവട്ടെ, പാർട്ട് 17 നമുക്ക് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്താണ്, ഏതാണ്ട് നമുക്ക് പാർട്ടുകളെ കുറിച്ചൊരു ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ, ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ എഴുതാനായിട്ട് സാധിക്കും. സോ ആലോചിക്കും നിങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഇനി എന്നുള്ളത്. ഓരോ പാർട്ടുകളിൽ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ വേഗത്തിൽ കാണാൻ പോകുന്നത്. കുറേ സമയം ഇവിടെ കളയാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മളൊന്ന് വേഗം നോക്കി പോകാൻ പോവുകയാണ്. നോക്കൂ, പാർട്ട് 1 ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ്. പാർട്ട് 1 എന്താ പറയുന്നത്, ആദ്യം തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയണം, എന്താണ് ഇന്ത്യ, എന്തൊക്കെ ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയണ്ടേ. അതുകൊണ്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, സ്റ്റേറ്റുകളുടെ ഫോർമേഷനെ കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് അവയുടെ പേരുകൾ മാറ്റുന്നതിനെ കുറിച്ച്, അവയുടെ ഏരിയ മാറ്റുന്നതിനെ കുറിച്ച്, പുതിയ സ്റ്റേറ്റുകളുടെ ക്രിയേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി പറയുന്ന ഭാഗമാണ് ഏത്, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയുള്ള ഭാഗം പാർട്ട് 1. ഇനി പാർട്ട് 2 ഒരു രാജ്യത്തിനെ കുറിച്ച്, അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച്, അതിലെ സംസ്ഥാനങ്ങളുടെ പേര്, ജിയോഗ്രഫിക്കലായിട്ട് എത്രത്തോളമാണ് ഇന്ത്യ, എന്താണ് ഇന്ത്യ, എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ആരെക്കുറിച്ച് പറയണം, ആ ഇന്ത്യയിൽ താമസിക്കാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് പറയണ്ടേ. അതാണ് എന്ത്, സിറ്റിസൺഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് എവിടെ പറയുന്നു, പാർട്ട് 2 പറയുന്നു. പാർട്ട് 3 സിറ്റിസൺസിന് അത്യന്താപേക്ഷിതമായിട്ട് ഒരു രാജ്യത്തെ പൗരന്മാർക്ക് കൊടുക്കേണ്ട കാര്യം എന്താണ്, മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പാർട്ട് 3 പറയുന്നു. പാർട്ട് 4 എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്, DPSPs, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ കുറിച്ച് പറയുന്നു. പാർട്ട് 4A പിന്നീട് എന്ത് ചെയ്യുകയാണ്, 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തപ്പെടുന്നു. പാർട്ട് 4A ആർട്ടിക്കിൾ 51A, അല്ലെ? അതിനുശേഷം പാർട്ട് 5 എന്താ പറയുന്നത്, യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്, പാർട്ട് 5 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്ന ഇടമാണ് ഏത്, പാർട്ട് 5 വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് എന്ത് പറയുകയാണ്. അതിനുശേഷം അടുത്ത ഏതായിരിക്കും, പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചാണെങ്കിൽ പാർട്ട് 6 തീർച്ചയായിട്ടും എന്തിനെ കുറിച്ചായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റുകളെ കുറിച്ചാണ്, അല്ലെ? അപ്പൊ പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചും പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചും എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു. പാർട്ട് 7 ആവട്ടെ എന്തിനെ കുറിച്ചാണ്, അത് നേരത്തെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും 7ാമത് അമെൻമെന്റിലൂടെ എന്ത് ചെയ്യുകയാണ്, 1956 എന്ത് ചെയ്യുകയാണ്, അത് റിപ്പീൽ ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? 1956 സ്റ്റേറ്റ് ഫോർമേഷൻ്റെയും മറ്റും കാര്യങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുകയാണ്, പാർട്ട് 7 റിപ്പീൽ ചെയ്യപ്പെടുകയാണ്. ഇനി പാർട്ട് 8 ഉണ്ട്, അല്ലെ? എന്താണ്, പാർട്ട് 8 കിടക്കുന്നുണ്ട്. പാർട്ട് 8 ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 8 എന്താണ്, ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട് 8 എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്, പാർട്ട് 8 ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പാർട്ട് 8 യൂണിയൻ ടെറിട്ടറികളെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു ഭാഗമാണ്. യൂണിയൻ ടെറിട്ടറികളെ കുറിച്ച് പറയുന്ന ഭാഗം പാർട്ട് 8. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ക്രോണോളജിക്കലായിട്ട് ഓർത്ത് വെക്കൂ. 5 യൂണിയൻ ഗവൺമെന്റ് കേന്ദ്രതലം, 6 ഏതാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, 7 തള്ളിപ്പോയി, 8 ഏതാണ് യൂണിയൻ ടെറിട്ടറി. ഓർഡറിലല്ലേ, കേന്ദ്രം, സംസ്ഥാനം, യൂണിയൻ ടെറിട്ടറി, ആ രീതിയിൽ ഓർത്ത് വെക്കുക അല്ലേ. അപ്പൊ ഈ ഭാഗത്താണ് തള്ളിപ്പോയൊരു സാധനം എന്നും കൂടി ഓർത്ത് വെച്ചാൽ എന്താണ്, കൃത്യമായിട്ട് ഓർത്ത് വെക്കാമല്ലോ. അപ്പൊ പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റ്, പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റ്, 7 തള്ളിപ്പോയി, പാർട്ട് 8 യൂണിയൻ ടെറിട്ടറി. കൃത്യമാണല്ലോ, അതിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. ഇനി തൊട്ടടുത്തത് വളരെ ഫേമസ് ആയിട്ടുള്ള ഭാഗമല്ലേ, അതെന്താണ്, പാർട്ട് 9 ആൻഡ് 9A അല്ലെ. എന്തൊക്കെയാണ്, സബ്ജക്ട്സ് ഓഫ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും അല്ലെ. പഞ്ചായത്ത് രാജ് ആക്ടിലൂടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, പാർട്ട് 9ഉം പാർട്ട് 9Aയും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ പഞ്ചായത്തുകളെ കുറിച്ച്, മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാർട്ട് 9ലും 9Aയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ സാധിക്കുന്നത്. സംശയങ്ങളൊന്നുമില്ലല്ലോ, ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. സോ പാർട്ട് 9 73ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് ആഡ് ചെയ്തത് എന്നും പാർട്ട് 9A 74ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് ആഡ് ചെയ്യപ്പെട്ടത് എന്നും കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു 73rd അമെൻമെന്റും 74th അമെൻമെന്റും, ഏത് വർഷത്തിലാണിത്, 1992 അല്ലെ. 73ാമത് എന്താ പറയുക അമെൻമെന്റ് പഞ്ചായത്തുകളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 74ാമത് അമെൻമെന്റ് എന്തിനെ കുറിച്ച് പറഞ്ഞു, മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറയുന്നുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ഇതിനോട് ചേർത്ത് വെച്ച് കൂട്ടുകാരെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 9 കഴിഞ്ഞു, 9Aയും കഴിഞ്ഞു, ഓക്കെ ആണ്. ഇനി 9Bയും ഇമ്പോർട്ടൻ്റ് ആണ്. 9B എന്തിനെ കുറിച്ചാണ് പറയുന്നത്, 9B പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ് 9B പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്, സഹകരണ സംഘങ്ങൾ അല്ലെ, സഹകരണ സ്ഥാപനങ്ങൾ. അപ്പൊ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തപ്പെടുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൾപ്പെടുത്തപ്പെട്ട സമയത്ത്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുകയാണ്, ഉൾപ്പെടുത്തപ്പെട്ട സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 9B എന്ന് പറയുന്ന ഭാഗം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 9B എന്ന് പറയുന്ന ഈ ഭാഗം കൂടി എന്ത് ചെയ്യുകയാണ്, ഉൾപ്പെടുത്തപ്പെടുകയാണ് എന്ന കാര്യം ചെയ്യുക, ആലോചിക്കുക. 9B ഉൾപ്പെടുത്തപ്പെട്ടത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്, അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 9B എന്ന പാർട്ട് ഉൾപ്പെടുത്തപ്പെടാൻ കാരണമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് എഴുതണം, പല തവണ ചോദിച്ചിട്ടുള്ളതാണ് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഏതാണ്, 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് 2011. ഏതാണ്, 2011 97ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് പാർട്ട് 9B ഉൾപ്പെടുത്തപ്പെടുന്നത്. ഇതിനൊപ്പം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതിൽ കൂടി ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഭാഗമായിട്ടുള്ള 19(1) സബ് ക്ലോസ് സിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? 19ാമത് ആർട്ടിക്കിൾ റൈറ്റ് ടു സ്പീച്ച് അല്ലെ, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഭാഗമാണ് ഏത് 19 വരുന്നത്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, റൈറ്റ് ടു അസംബിൾ എന്നുള്ളതൊക്കെ പറഞ്ഞ ശേഷം എന്താണ്, റൈറ്റ് ടു ഫോം ഓർഗനൈസേഷൻസ് അല്ലെ, ആ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്, കോപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങളും എന്ത് ചെയ്യാം, രൂപീകരിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് സിയിലാണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൾപ്പെടുത്തപ്പെടുന്ന വേറൊരു മാറ്റം വരുന്നത്. അപ്പോൾ 97ാമത് അമെൻമെന്റ് 2011 എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട് 9Bയും ഉൾപ്പെടുത്തപ്പെടുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കാനുള്ളത് ഒരു മൗലിക അവകാശമായിട്ട് 19 ക്ലോസ് 1 സബ് ക്ലോസ് സിയിലും എന്ത് ചെയ്യുകയാണ്, ഉൾപ്പെടുത്തപ്പെടുകയാണ്. ഓക്കെ ആണോ? ഇനി പാർട്ട് 10ലേക്ക് പോവുകയാണ്. പാർട്ട് 10 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇറ്റ് ഡീൽസ് വിത്ത് സം ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. പാർട്ട് 10 ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിനെ കുറിച്ച്. പാർട്ട് 11 എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ സ്റ്റേറ്റ്സ്. യൂണിയനും സ്റ്റേറ്റുകളും തമ്മിലുള്ള റിലേഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളുടെ ജനാധിപത്യത്തിന്, നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്, യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം വളരെ 11 നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക, ഇങ്ങനെയല്ലേ എഴുതുക. അപ്പോൾ ഏതാണ്, ഒരാളും മറ്റേ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനമാണെന്ന് എന്ത് ചെയ്യുക, വിചാരിച്ചേക്കുക. 11. അപ്പോൾ പാർട്ട് 11 എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ഇനി പാർട്ട് 12 എന്താണ്, ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ്
റവന്യൂ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. യൂണിയൻ്റെയും സ്റ്റേറ്റ്സിൻ്റെയും ഇടയിലുള്ള റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ട ആവശ്യം ഏതാണ്? അവർ തമ്മിലുള്ള റവന്യൂവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വളരെ മാന്യമായി നടക്കണ്ടേ അല്ലേ? റവന്യൂ വരുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും നല്ല പോലെ ആയാലല്ലേ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ നന്നാവൂ. അപ്പോൾ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ പാർട്ട് 11. റിലേഷനുമാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. തൊട്ടടുത്ത പാർട്ടിൽ ഏതാണ്? റവന്യൂവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ആണല്ലോ. ഇനി പാർട്ട് 13 എന്താണ്? ഇവിടെ എന്ത് പറയുന്നു? ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർ കോഴ്സ് വിത്തിൻ ഇന്ത്യ. ഇന്ത്യയുടെ ഉള്ളിലായിട്ടുള്ള ഭാഗങ്ങളിൽ വിത്തിൻ ഇന്ത്യ നടക്കേണ്ട ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ഇന്റർ കോഴ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്ന ഭാഗമാണ് ഏത്? ഈ ഒരു ഭാഗം എന്ന് എന്ത് ചെയ്യുക കൂട്ടുകാരെ ആലോചിക്കുക. പാർട്ട് 14 എന്താണ് പറയുന്നത്? പാർട്ട് 14 സിവിൽ സർവീസുകളെ കുറിച്ച്, പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ് പാർട്ട് 14. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. പാർട്ട് 14 എന്ത് ചെയ്യാം? ചോദിക്കാം തീർച്ചയായിട്ടും അല്ലേ. ആ ഭാഗത്ത് ആർട്ടിക്കിളുകളും എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. 308 മുതൽ 323 വരെ പോകുന്നുണ്ട്. ആർട്ടിക്കിൾ 312, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 309 തുടങ്ങിയവയൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അതിനുശേഷമോ പാർട്ട് ഏതാണ്? പാർട്ട് 14A വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതെന്താണ്? ട്രിബ്യൂണലുകളുടെ എന്താണ് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആർട്ടിക്കിൾ 323A ആയിരുന്നു ആൻസർ എഴുതേണ്ടത്. ആൻസർ ആയിട്ട് ഓപ്ഷൻസിൽ 323, 323A, 323B എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ട്രിബ്യൂണലുകൾ ഏതുമായി ബന്ധപ്പെട്ടുള്ള ചോദിച്ചിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ? 323A ആയിരുന്നു ട്രിബ്യൂണലുകൾ ഉണ്ടാക്കാനുള്ള ഏത് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതെന്ത് ചെയ്യുക? പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക. സോ ട്രിബ്യൂണൽസുമായി ബന്ധപ്പെട്ടുള്ള ഏതായിരുന്നു? പാർട്ട് 14A ആണ്. ആർട്ടിക്കിൾസ് 323Aയും 323Bയുമാണ് വരുന്നത്. ഇനി പാർട്ട് 15 ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാർട്ട് 15 ഏതാണ്? ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പാർട്ട് 16 ഏതാണ്? സോഷ്യൽ പ്രൊവിഷൻസ് ഫോർ SCസും STസുമാണ്. SCs ആൻഡ് STs സംബന്ധിച്ചിട്ടുള്ള കാര്യം, അതിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് ഏത്? പാർട്ട് 16 വരുന്നത്. പാർട്ട് 17 ഓർത്ത് വെക്കുക. എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജുകളാണ്. ഏതാണ്? ഒഫീഷ്യൽ ലാംഗ്വേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എവിടെ വരുന്നു? പാർട്ട് 17 വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ തിങ്സ് റിലേറ്റഡ്, ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ഒഫീഷ്യൽ ലാംഗ്വേജ് എവിടെയാണ്? അവിടെ വരുന്നുണ്ട് അല്ലെ. നമ്മൾ 348, 350 ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ആ ഭാഗങ്ങളിലൊക്കെ എന്ത് വരുന്നുണ്ട്? ഒഫീഷ്യൽ ലാംഗ്വേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട് അല്ലെ. ലിംഗ്വിസ്റ്റിക് ചെയർമാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം പാർട്ട് ഏത് വരുന്നുണ്ട്? 18. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് 18 ഏതാണ്? എമർജൻസി പ്രൊവിഷൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നു. പലരും എമർജൻസി പ്രൊവിഷൻസിന്റെ ഏതാണ് ആർട്ടിക്കിളുകളൊക്കെ ഓർത്ത് വെക്കും അല്ലെ. 352, 356, 360 എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിക്കിളുകൾ ഓർത്ത് വയ്ക്കും. പക്ഷേ പാർട്ട് ചിലപ്പോൾ മറന്നു പോകും. പാർട്ട് 18 ഏതാണ്? പാർട്ട് 18 ആണ് ഏത്? എമർജൻസി പ്രൊവിഷൻ എന്ന കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പാർട്ട് 18 ആണ് എമർജൻസി പ്രൊവിഷൻ എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറക്കില്ലല്ലോ, മറക്കരുത്. അതിനുശേഷം പാർട്ട് 19 എന്ത് ചെയ്യുന്നുണ്ട്? ചില മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് വരുന്നു? പാർട്ട് 20 വരുന്നു. 20 എന്താ വരുന്നത്? 20 വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെയല്ല. 20 വരുന്നത് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏതാണ്? 20 വരുന്നത് എന്ന് വെച്ചാൽ ഏതാണ്? അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഏത്? ഈ ഒരു ഭാഗം. പാർട്ട് 20 ഏതാണ്? അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? അവിടെ നമുക്കറിയാം ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആർട്ടിക്കിൾ 368. അപ്പോൾ പാർട്ട് 20 എന്ത് പറയുന്നു? ഭരണഘടനയിൽ എങ്ങനെയെല്ലാം വ്യത്യസ്തതകൾ വരുത്താം, ഭരണഘടനയിൽ എങ്ങനെയെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് പറയുന്നതാണ് ഏത്? പാർട്ട് 20 അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നു. പാർട്ട് 21 എന്താണ് പറയുന്നത്? ടെമ്പററി, ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെ. അതായത് ഇന്ത്യ രൂപീകരിച്ച സമയത്ത് എന്താണ്? ചില ഭാഗങ്ങൾക്ക് ചില പ്രത്യേകമായിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ ചില സ്ഥലങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്ന് ഏതാണ്? ടെമ്പററി പ്രൊവിഷൻസ്. ആർട്ടിക്കിൾ 370 അല്ലെ. ആർട്ടിക്കിൾ 370 ടെമ്പററി പ്രൊവിഷൻ. ഈ പാർട്ട് 21 എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ആർട്ടിക്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതാണ്? ആർട്ടിക്കിൾ 369 മുതൽ 392 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇത് വരുന്നത്. ഇതിനിടയിലാണ് ഇത് വരുന്നത് ആർട്ടിക്കിൾ 370 വരുന്നത് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 370 വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 370 അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന്റെ
സ്പെഷ്യൽ പ്രൊവിഷൻസ് വന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 370 എവിടെ വരുന്നുണ്ട്? പാർട്ട് 21 വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടെമ്പററി, ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അതൊരു ടെമ്പററി പ്രൊവിഷൻ ആയിട്ടാണ് കൊടുത്തിരുന്നത് അല്ലേ? ജമ്മു ആൻഡ് കാശ്മീരിന് അതിൽ ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ടെമ്പററി പ്രൊവിഷൻ ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ. അപ്പോൾ ആർട്ടിക്കിൾ 370 വരുന്ന ആ ഭാഗം പാർട്ട് 21. അപ്പോൾ അവിടെ ഏതാണ്? ടെമ്പററി, ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ചെയ്ത് വരുന്നു? പാർട്ട് 21 വരുന്നു എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. പാർട്ട് 22. പാർട്ട് 22 എന്താണ്? നമ്മൾ അവസാനമായിട്ട് പറയുന്നതാണ് പാർട്ട് 22. പാർട്ട് 22 എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയവയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളുടെ ഭരണഘടന, അതിൻ്റെ എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എൻ്റെ പേര് അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ് എൻ്റെ പേര് എന്നുള്ളത്. എന്താണ് ഭരണഘടനയുടെ ഷോർട്ട് ടൈറ്റിൽ? എൻ്റെ തലക്കെട്ട് എന്താണ്? കമൻസ്മെന്റ് എന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്? കമൻസ് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഡേറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലാവും? അത്തരത്തിലുള്ള എന്താണ് കാര്യങ്ങൾ? അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ്, അത് ഹിന്ദിയിലും എന്താണ്? ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള വെർഷന്റെ ഹിന്ദിയിലുള്ള വെർഷനും എന്താണ്? അത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അതായത് അതും എന്ത് ചെയ്യണം? നിയമപരമായിട്ട് കോടതിയിൽ എന്താണ് അതിന്റെ ഹിന്ദി ടെക്സ്റ്റും നമുക്ക് എന്ത് ചെയ്യും? എടുക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എങ്ങനെയാണ് അതിന്റെ ഏതൊക്കെ കാര്യങ്ങൾ എപ്പോൾ ഹിന്ദിയിലേക്ക് മാറ്റണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതുപോലെ തന്നെ റിപ്പീൽസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? അതായത് ഇതിനു മുമ്പ് എന്താണ്? 1935 ആക്ട്, 1947 എന്താ പറയുക? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ ആക്ടുകളൊക്കെ നിലവിലുണ്ടായിരുന്നു. ഈ ആക്ടുകളൊക്കെ എന്ത് ചെയ്യുകയാണ്? റിപ്പീൽ ചെയ്യുകയാണ്. ഇതോടുകൂടിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം റിപ്പീൽ ചെയ്യുകയാണെന്നും ഇനി ഇന്ത്യ എന്തിന്റെ പേരിലാണ് ഓടുക? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഇനി മുന്നോട്ട് പോകുന്നത് എന്നും എന്ത് ചെയ്യുകയാണ്? ഈ ബാക്കിയുള്ള എല്ലാം റിപ്പീൽ ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാതാക്കൾ ഉറപ്പുവരുത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയുമാണ് എന്തിലൂടെയുള്ളത്? പാർട്ടുകളിലൂടെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പാർട്ടുകൾ എന്ത് ചെയ്യുക? ഇപ്പം നിങ്ങൾ ആ ഒരു ഓർഡറിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കിയില്ല ഇന്ന രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. അതൊന്ന് ഓർത്ത് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു 2, 3, 4 തവണ നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടുകൂടി വായിച്ചാൽ ഓർമ്മ കിട്ടും. അത് നിങ്ങളെ വളരെയധികം എവിടെ ഹെൽപ്പ് ചെയ്യും? പല ആർട്ടിക്കിളുകളുടെയും കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവിടെ ഹെൽപ്പ് ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കുറച്ച് സമയം കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പൊളിറ്റിയിലെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ പോർഷനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളുടെ ഭരണഘടനയുടെ ചില സ്വഭാവങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് മെയിൻസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിലും ഇനിയുള്ള വലിയ എക്സാമുകൾ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സ്വഭാവങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിയാമ്പിൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. എൻ്റെ പേര് അപൂർവദാസ്. ഇത്രയും നേരം കേട്ടിരുന്നതിന് വളരെയധികം നന്ദി.